ഹലോ ഗൈസ്, നമുക്ക് നോർത്ത് വെയിൽസിലുള്ള സിബ് വേൾഡിലെ ഫോറസ്റ്റ് കോസ്റ്ററിലൊന്ന് കയറിയാലോ? എങ്ങനെയുണ്ട് നോക്കാം. ഞാൻ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്, ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കണ്ടിട്ട് വരാം. ഞങ്ങൾ ശരിക്കും വെയിൽസിലേക്ക് പോകുന്നത് ഞങ്ങളുടെ കസിൻ ബ്രോനെ കാണാനാണ്. അവൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തപ്പോഴേ അവൻ പറഞ്ഞു അവൻ നിൽക്കുന്നതിൻ്റെ അടുത്തായിട്ടാണ് ഈ സിബ് വേൾഡ് ഉള്ളത്. അപ്പോൾ നമ്മൾ അവിടെ പോകാൻ വേണ്ടി നേരത്തെ പ്ലാൻ ചെയ്തു. അങ്ങനെ നമ്മൾ ട്രെയിനൊക്കെ ഇറങ്ങി കസിൻ ബ്രോനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ കണ്ടിട്ട് ഞങ്ങൾ ശരിക്കും ഞെട്ടിപ്പോയിട്ടോ. എന്തൊരു ഭംഗിയാണല്ലേ, ഭയങ്കരമായിട്ടൊരു ആസ്തറ്റിക് ഫീൽ ആയിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ കസിൻ ബ്രോയും ഫ്രണ്ട്സും കൂടി വന്നു ഞങ്ങളെ പിക്ക് ചെയ്ത്. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് സിബ് വേൾഡിലേക്കാണ്. അപ്പോൾ ഇവിടെ ഫോറസ്റ്റ് കോസ്റ്റർ മാത്രമല്ല, ഒരുപാട് അഡ്വഞ്ചർ ആക്ടിവിറ്റീസും കൂടി ഉണ്ട്. അങ്ങനെ ഞങ്ങൾ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ കൂടെ വന്ന അവൻ്റെ ഫ്രണ്ട്സ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സ്പോട്ടിൽ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല, എന്തായാലും ചോദിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ അവിടെ കയറി ചോദിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ടിക്കറ്റിൻ്റെ കൂടെ തന്നെ വീഡിയോഗ്രാഫിയും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇവരെ വെബ്സൈറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഫോൺ അലൗഡ് അല്ല എന്ന്. പക്ഷെ ഞാൻ കണ്ടിട്ടുള്ള വീഡിയോസിലൊക്കെ ആൾക്കാർ ഫോൺ ഉപയോഗിച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട്. ഇനി എങ്ങാനും അവർ സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ ഇതൊക്കെ ഒരു വൺ ടൈം എക്സ്പീരിയൻസ് ആണല്ലോ, നമുക്കിത് മിസ്സാവുമെന്ന് ഓർത്ത് നമ്മൾ വീഡിയോഗ്രാഫി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കയറുന്നതിന് മുമ്പേ അവർ നമുക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരും. പിന്നെ വെയിറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ വെയിറ്റ് ഒക്കെ ഇവർ ആദ്യമേ എടുത്ത് നമ്മുടെ കയ്യിലൊരു റിസ്റ്റ് ബാൻഡ് ഉണ്ടായിരിക്കും, അതിൽ അവരത് നോട്ട് ചെയ്യും. അപ്പോൾ 2 പേർക്കും കൂടി മാക്സിമം 120 kg ആണ് വെയിറ്റ് പറയുന്നത്. അതിന് ഓവർ ആയി കഴിഞ്ഞാൽ നമുക്ക് കയറാൻ പറ്റില്ല, ഒരാൾക്ക് കയറാൻ പറ്റുള്ളൂ. അങ്ങനെ 3 റൈഡാണ് നമുക്ക് ഈ എടുക്കുന്ന ടിക്കറ്റിന് കിട്ടുന്നത്. പിന്നെ 3 മിനിറ്റോളം തന്നെ ഈ റൈഡുണ്ട്. അപ്പോൾ ഞാനിത് നേരത്തെ പറഞ്ഞ പോലെ വീഡിയോസിൽ മാത്രം കണ്ടിട്ടുള്ളൂ. ചെറിയ രീതിയിൽ ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ വിചാരിച്ചത് ഇത് നല്ല എളുപ്പമായിരിക്കും. അപ്പം ഞങ്ങൾ ആദ്യം കയറി കഴിഞ്ഞപ്പോൾ ഇത് ഭയങ്കര പതുക്കെയാണ് പോകുന്നത് കേട്ടോ. അപ്പം ഞങ്ങൾ പറഞ്ഞു അയ്യോ വെറുതെ കാശ് പോയി രസമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം ഭയങ്കരമായിട്ട് സ്പീഡിലൊക്കെ ഇങ്ങനെ പോകും. വളവൊക്കെ വരുമ്പോൾ ശരിക്കും പേടിയാകും. പിന്നെ നമുക്ക് തന്നെ ഇതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് വലിയ കുഴപ്പമില്ല. പിന്നെ കണ്ടില്ലേ ഇവിടെ ഇത് കൂടാതെയുള്ള ആക്ടിവിറ്റീസൊക്കെയാണത്. പിന്നെ ഇതിനോട് കൂടി തന്നെ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടെ ചെന്നപ്പോഴാണ് നമുക്ക് ജിഞ്ചർ ഷോട്ട് ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് മനസ്സിലായത്. നമ്മുടെ കയ്യിലുള്ള റിസ്റ്റ് ബാൻഡ് കാണിച്ചാൽ ഓരോരുത്തർക്കും ഓരോ ജിഞ്ചർ ഷോട്ട് കിട്ടും. അങ്ങനെ ഞാൻ വെറുതെ ഒന്ന് ട്രൈ ചെയ്തു. അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഫോറസ്റ്റ് കോസ്റ്ററിൻ്റെ വീഡിയോഗ്രാഫി ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെന്ന്. അപ്പോൾ ഇതാണ് കേട്ടോ അത്. ഇത് നമുക്ക് അവർ തന്ന വീഡിയോയാണ്. നമുക്ക് തരുന്ന ടിക്കറ്റിൽ ഒരു QR കോഡ് ഉണ്ട്. അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വീഡിയോ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓവറോൾ നമ്മുടെ ഫോറസ്റ്റ് കോസ്റ്റർ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ഇൻട്രസ്റ്റിംഗ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.